ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരും കർത്താവിൽ ധന്യരുമായിരിക്കുന്ന എന്നെ എല്ലാ ദിവസവും കേൾക്കാൻ അതീവ തൽപരരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് ലഭിക്കുന്ന അവസരത്തിനായി ഞാനും കർത്താവിനെ ഒത്തിരി മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് കർത്താവിൽ നിന്നുള്ളത് കേൾക്കാനും അതിൻ പ്രകാരം ജീവിക്കാനും അതിനെ ആകാംക്ഷയോടെ സൂക്ഷ്മതയോടെ നോക്കിപ്പാർക്കാനും കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ വിശ്വാസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ വചനങ്ങൾ നിങ്ങളെ ധന്യരാക്കട്ടെ, ജീവിതത്തിന് വലിയ മാറ്റം വരുത്തട്ടെ, ദൈവത്തിൻ്റെ വിശ്വാസം ഉറപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം തന്ന് ദൈവാത്മാവിൽ മറ്റുള്ളവരെ പറഞ്ഞുറപ്പിക്കാൻ കൃപ തന്ന് എന്നെ അവിടുത്തെ ഒരു ശുശ്രൂഷകനായി നിർത്തുന്നതിന് 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും ഞാൻ എൻ്റെ ദൈവത്തിന് ഒരിക്കൽ കൂടി കരയേറ്റിക്കൊണ്ട് ഏറെ പരിചിതമായിരിക്കുന്നൊരു വേദഭാഗത്ത് നിന്ന് ഇന്ന് ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ഇന്ന് നാം വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 14-ന്റെ 1-ാമത്തെ വാക്യമാണ്. 14-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ആദ്യത്തെ ഭാഗം ഞാൻ ഒന്നോട് പറയാം. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. വളരെ പരിചിതമായ, പലർക്കും മനഃപ്പാടമാക്കിയിരിക്കുന്നൊരു വാക്യമാണത്. ഹൃദയത്തിൽ പറയുന്നു. മൂഢൻ എന്ന് വിളിച്ചിരിക്കുന്നത് മനുഷ്യനെയാണ്. ദൈവമില്ലെന്ന് പറയുന്നത് കൊണ്ട് അവനെ മൂഢാന്ന് വിളിക്കുന്നതുള്ളൂ. അവൻ മൂഢനായി ജനിച്ചതല്ല. അംഗവൈകല്യമോ ബുദ്ധിമാന്ദ്യമോ ശാരീരിക പ്രശ്നങ്ങളൊന്നും അടിസ്ഥാനത്തിലല്ല മൂഢൻ എന്ന പേര് ഈ മനുഷ്യനെ വിളിക്കുന്നത്. ദൈവമില്ല എന്ന് അവൻ പറയുകയും അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മൂഢൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹൃദയത്തിൽ പറയുന്നു എന്ന വാക്ക് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക പദമാണ്. ഒത്തിരി കാര്യങ്ങൾ ഹൃദയത്തിൽ പറയുന്നതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ബൈബിളിൽ ഞാൻ സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറയില്ലേ, പുള്ളി അങ്ങനെയൊക്കെ പറയുമെങ്കിലും അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, പാവാണ് അങ്ങനെ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ വിടുവാകൊണ്ട് വാഗൊണ്ട് ചിലതൊക്കെ അങ്ങ് പറയുന്നുള്ളൂ, ഈ പറയുന്ന പോലെ ഒന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വാക്കിന് വലിയ കൺട്രോളില്ലാത്ത ആളുകൾ. എന്നാൽ അപകടം ഹൃദയത്തിൽ പറയുന്നതാണ്, പുറത്ത് പറയാതെ ഹൃദയത്തിൽ പറയുന്നതാണ്. ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മളെ ബാധിക്കും. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, എനിക്ക് നിന്നോട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എനിക്കങ്ങ് പറഞ്ഞങ്ങ് തീർത്തപ്പോൾ എൻ്റെ വിഷമം അങ്ങ് തീർന്നു. അപ്പോൾ നമ്മളിതങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങ് ഭാരം അങ്ങ് തീരും. പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പിരിമുറുക്കം അങ്ങ് തീരും. പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കലി അങ്ങ് തീരും. ഇല്ലേ, അങ്ങനെയൊക്കെ ഒരു നമ്മുടെ വൈകാരിക തലത്തിൽപ്പെട്ടതാണ്. എന്നാൽ തന്നെത്താൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് പുറത്ത് പറയാതെ നടക്കുന്നത് ഭയങ്കര അപകടമാണ്. അതും ഈ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം ഇല്ല എന്ന് ഹൃദയത്തിൽ പറയുന്നു. ഹൃദയത്തിൽ പറയുന്നു പറഞ്ഞാൽ തന്നോട് തന്നെ പറയുന്നു, വേറെ ആരോടും അല്ലല്ലോ ഹൃദയത്തിൽ പറയുന്നത്. തന്നോട് തന്നെ പറയുകയാണ്, തന്നെത്താൻ പറയുകയാണ്, ഉള്ളത്തിൻ്റെ ഉള്ളത്തോട് പറയുകയാണ്. നാം നമ്മോട് തന്നെ പറയുകയാണ്. എന്താ പറയുന്നത്? ഹൃദയത്തിൽ താൻ പറയുന്നത് ദൈവമില്ല. 2-3 കാര്യങ്ങൾ അതിൽ നിന്ന് പറയാനാണ് ദൈവം എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ഇയാളിത് പുറത്ത് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. എന്നാൽ പിന്നെ പുറത്ത് പറഞ്ഞാൽ എന്താ? പുറത്ത് പറയുന്ന ചിലരുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ആളുകളും തന്നെത്താൻ ചില വിഷയങ്ങളുടെ മുമ്പിൽ പറയുക ദൈവമില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറ്റിയല്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ചോദിക്കാതിരിക്കുമോ? ദൈവമില്ല. പുറത്ത് പറയാൻ തൻ്റെ ഇടമില്ലെന്ന് വേണം പറയാൻ. അതിൻ്റെ കാരണം പുറത്ത് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ ആരെങ്കിലും തിരുത്തും. അമ്മാമ്മ എന്നെ പറയുന്നത് ദൈവമില്ലെന്നു. ദൈവമില്ലെങ്കിൽ ഇത് പുറത്ത് സാത്താൻ്റെ കളിയാണ് അത്. പുറത്ത് പറഞ്ഞാൽ പറയും, നമുക്ക് ചിലരിയ്ക്കാം, ദൈവം ഉണ്ടോ ഇല്ലയോ നമുക്ക് തെളിയിക്കാം.
അതിന് വിധേയപ്പെടുകയില്ല. ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കും. ഭയങ്കര അപകടമാണ്. ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കും. ദൈവമില്ല. നാം നമ്മോട് തന്നെ പറയുകയാണ് ദൈവമില്ല. വലിയ വലിയ വിഷയങ്ങൾ വരുമ്പോൾ അപ്പോഴാണ് നമുക്ക് ദൈവം കൂടി ഇല്ല എന്ന് നാം നമ്മെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ പിന്നെ ആത്മഹത്യ ചെയ്യാം, പിന്നെ ബോധിച്ചതുപോലെ ആകാം, പിന്നെ കൺട്രോൾ വിടാം. പ്രതിയോഗിയോ വൈരാഗ്യമോ ഉള്ളവരാണെങ്കിൽ കത്തിയെടുത്തു. കാരണം ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചാൽ അയ്യോ ഞാനങ്ങനെ ചെയ്താൽ ദൈവം എന്നോട് കോപിക്കും, മറ്റൊരുത്തന്നെ ഞാൻ ഇല്ലാതാക്കിയാൽ എനിക്ക് ശിക്ഷയുണ്ടാവും. ദൈവം ഇല്ലെന്ന് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചാൽ ആ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. ഇതൊരു അപകടമാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. ഞാൻ ആ രീതിയിൽ ഇന്നത്തെ ചിന്ത കൊണ്ടുപോകാനല്ല ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. പിന്നെ എന്താണ് നാം പറയേണ്ടത്? വേദപുസ്തകം നമുക്ക് തരുന്ന ചിത്രം, സങ്കീർത്തനങ്ങളിൽ തന്നെയുള്ള ചിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കാം. മറ്റൊരു ഭക്തൻ വേറൊരു സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ മനമേ നീ സ്വസ്ഥമായിരിക്കെ, യഹോവ നിനക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇതും അദ്ദേഹത്തോട് തന്നെ പറയുന്നതാണ്. അദ്ദേഹത്തോട് പറയുന്നു, ആകുലതകളും ഭാരങ്ങളും കലക്കി മറയ്ക്കുന്ന വിഷയങ്ങളും വന്നപ്പോൾ മനസ്സ് അഥവാ ഹൃദയം മനസ്സെന്നൊക്കെ പറഞ്ഞ ഏറെക്കുറെ ഒരുപോലെ തന്നെ വരുന്നതാണ്. ആടി ഉലയുമ്പോൾ ഈ ഭക്തൻ പറയുക, നീ അടങ്ങിയിരിക്കുക, ദൈവമുണ്ട്. ദൈവം ഉണ്ടെന്ന് മാത്രമല്ല, എനിക്ക് ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തന്നിരിക്കുന്നേ. ഇത് പറഞ്ഞു നോക്ക്. കയറി വരുന്ന വലിയ വിഷയങ്ങളെ നമുക്ക് പടിയിറക്കി വിടാം. ആരും നമ്മുടെ അടുക്കലില്ലെങ്കിലും, ആരെക്കൊണ്ടും നമ്മളൊന്ന് പ്രാർത്ഥിപ്പിച്ച് നോക്കിയില്ലെങ്കിലും, ആരും നമ്മുടെ അടുക്ക വന്നിരുന്ന് ഇങ്ങനെ ബലൂൺ വീർപ്പിക്കുന്ന പോലെ നമ്മൾ വീർപ്പിച്ചില്ലെങ്കിലും, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് പറയാമെന്നും ചോദിച്ചുകൊണ്ട് നമ്മൾ ദക്ഷിണയും കൊണ്ട് നടന്നില്ലെങ്കിലും, നാം നമ്മോട് തന്നെ പറ, ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ ദൈവം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി എന്നെ നടത്തിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തതാണ്. ഇന്നലകളിൽ ചെയ്ത നന്മകൾ ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പാണ്. നാം പറയണം പ്രശ്നങ്ങൾ വരുമ്പോൾ, ദൈവമുണ്ട്. പ്രസിദ്ധമായ 91-ാം സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിലെ വാക്യങ്ങൾ എങ്ങനെ? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ദൈവം ഇല്ല എന്ന് പറയട്ടെ എന്നല്ലോ, ദൈവത്തെക്കുറിച്ച് പറയട്ടെ എന്ന് എഴുതിയിരിക്കുന്നത്. എന്താ പറയേണ്ടത്? ഈ ദൈവം എൻ്റെ സങ്കേതമാണ്, എൻ്റെ ബലമാണ്, എൻ്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന പാറയാണ്. 2 രീതിയിലാണിത്. നമ്മൾ പള്ളിയിൽ പോയോ വേദപുസ്തകം വായിച്ചോ 3 കൊല്ലം 4 കൊല്ലമൊക്കെ ദൈവശാസ്ത്രം പഠിച്ചോ, ദൈവശാസ്ത്രം പഠിച്ചിട്ട് ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ദൈവം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനിത് വലിച്ചു നീട്ടി കുറേ ടൈം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയല്ലോ. വലിയ മല പോലത്തെ വിഷയം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. നിങ്ങളെ ആരാണ്ടും പറ്റിച്ച് നിങ്ങളെ മക്കൾ അനുഭവിക്കേണ്ട നന്മ മുഴുവൻ ആരോ കൈവശപ്പെടുത്തി കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലെന്ന നിലയ്ക്ക് വല്ലാത്ത സ്ഥിതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എൻ്റെ ഗതികേടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ വന്നേ പറ്റൂ, ഇങ്ങനെയല്ല പറയേണ്ടത്. പിന്നെ എന്താ പറയേണ്ടത്? ദൈവം ഉണ്ടെന്ന് നാം നമ്മോട് പറയണമെന്ന്. ആരൊക്കെ നമുക്കില്ലാതെ പോയാലും, ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും, ആരും നമ്മുടെ കൂടെ നിൽക്കാനില്ലെങ്കിലും, തക്ക സമയത്ത് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ കാല് മാറിയാലും നാം പറയണം ദൈവമുണ്ട്. ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. വിഷയങ്ങളും പ്രശ്നങ്ങളും നഷ്ടങ്ങളും കൂടെ നിൽക്കാൻ ആളില്ലാത്ത സ്ഥിതിയും നമ്മൾ അനുഭവിക്കേണ്ട പലതും മറ്റു ചിലരുടെ കയ്യിൽ, ഇനി ഒരിക്കലും തരാത്ത വൻപന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോകുമ്പോൾ എനിക്കിത് തിരിച്ചു മേടിച്ചു തരാൻ കോടതി ഉണ്ടെന്നല്ല, എൻ്റെ കുടുംബത്തിൽ ഇന്നാരൊക്കെ ഉണ്ടെന്നല്ല, ദൈവമുണ്ട്. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചോദിക്കാനും പറയാനൊക്കെ എനിക്കും ആൾക്കാരുണ്ടെന്ന് ഓർത്തോളണം. ഒരു കാര്യമില്ല, സമയത്ത് ആരും ചോദിക്കാനും പറയാനൊന്നും വരുത്തുമില്ല. വന്നാലും ഗുണ്ടായുസം കൊണ്ടൊന്നും ചിലപ്പോൾ നടക്കുകയല്ല. പക്ഷെ നാം നമ്മോട് പറയണം, നമ്മുടെ ഹൃദയത്തോട് പറയണം. രോഗമോ പ്രയാസമോ ബുദ്ധിമുട്ടോ എന്തൊക്കെ നേരിട്ടാലും പേടിക്കരുത് നീ എന്ന് നിന്നോട് പറയണം, ഹൃദയത്തോട് പറയണം. ദൈവം ഇല്ലെന്നല്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദൈവത്തിന് വേണ്ടി നിന്ന് എനിക്കിത് പറ്റുമോ എന്ന് ചോദിക്കരുത്. ഇത് സാത്താൻ്റെ കളിയാണ്. ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മളെ ബാധിക്കും.
എത്ര കഷ്ടവും നഷ്ടവും പ്രയാസം ഉണ്ടെങ്കിലും പറയണം, എങ്ങാണ്ട് ഒരു ദൈവം ഉണ്ടെന്നല്ല, എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, എൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന ദൈവം, എൻ്റെ ജീവിതത്തെ മാറ്റുന്ന ദൈവം, എൻ്റെ വിഷയങ്ങൾ ഇടപെടുന്ന ദൈവം, എനിക്ക് നീതി നടപ്പാക്കി തരുന്ന ദൈവം, ആ ദൈവമാണ് എൻ്റെ ദൈവം. എനിക്ക് ദൈവമുണ്ട് എന്ന് മൈക്ക് വെച്ച് കെട്ടി മുറ്റത്ത് നിന്ന് പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിൽ പറ, എപ്പോഴും ഹൃദയത്തിൽ പറ. ഒരാഴ്ച ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് നടന്നു നോക്കിയേ, അനുഭവിക്കാൻ പറ്റും മാറ്റങ്ങൾ, ഊർജം, ശക്തി നമ്മളിലേക്ക് വരുന്നത് കാണാം. പറഞ്ഞു നോക്കിയേ, ഒരാഴ്ച പറഞ്ഞു നോക്കിയേ. ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ വിഷയത്തിൽ ഇടപെടുന്ന ദൈവമുണ്ട്. ഇല്ലെന്ന് പറഞ്ഞ് നടക്കരുത്. നമ്മളൊക്കെ വേദനയിൽ പറഞ്ഞു പോകും, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ. യുദയോൻ പറഞ്ഞില്ലേ, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? പറയരുത്. ചതിയാണ്, അപകടമാണ്, നശിപ്പിക്കും നമ്മളെ. ദൈവം ഉണ്ട് എന്ന് തന്നെ പറയാൻ ദൈവം കൃപ ചെയ്യട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് നന്ദി. ഈ ദിവസവും എൻ്റെ ദൈവമേ, ഞങ്ങളോട് കർത്താവ് പറഞ്ഞത്, എടാ ഞാനുണ്ട് എന്ന് പറ എന്ന പ്രേരണ എൻ്റെ അകത്ത് വന്ന കർത്താവേ. എന്തെല്ലാം ഇല്ലെങ്കിലും, ആരൊക്കെ കൂടെയില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ തന്നെ പറയണം എന്ന ദൈവിക ആശയത്തിനായി നന്ദി. അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.